ഫ്രണ്ട്സ്, ചക്രവാളത്തിൻ്റെ ട്രാവൽ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന മണിയാറൻകുടി എന്ന് പറയുന്ന ഒരു വനമേഖലയുണ്ട്. ആ വനമേഖലയിലെ ഉള്ളറകൾ തേടിയാണ്, അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു കാഴ്ചകൾ തേടിയാണ് നമ്മൾ ഇപ്പോൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത് ഈ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്താണ് ഈ മണിയാറൻകുടി സ്ഥിതി ചെയ്യുന്നത്. ദൂരെ ആ കാണുന്നതാണ് ജില്ലാ ആസ്ഥാന മേഖലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉയരം കൂടിയ ഒരു മലയാണ് പാൽക്കുളമേട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്ലേസാണ്. നിരവധി സന്ദർശകർ വേനൽക്കാലങ്ങളിലും മഴക്കാലങ്ങളിലും അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ആ വനമേഖലയോട് ചേർന്ന് നല്ല ചുറ്റി താഴ്ഭാഗത്തായിട്ടാണ് ഈ മണിയാറൻകുടി എന്ന് പറയുന്ന ഈ വനമേഖല കിടക്കുന്നത്. നമ്മൾ അങ്ങനെ മണിയാറൻകുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഇത് മണിയാറൻകുടി റേഷൻ കട സിറ്റി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഈ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതും ചെറുതോണിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു വഴിയാണ്. ഇങ്ങനെ ഇവിടെ വേണ്ടിയിട്ട് തന്നെ നിരവധി വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഇതാണ് വനമേഖലയുടെ തുടക്കം ഇവിടെയാണ്. അതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. പക്ഷേ ഇവിടെയൊന്നും ഒരിക്കലും ഫോറസ്റ്റുകാരും ഇല്ല. എപ്പോഴും ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ വരെ നമുക്കിപ്പോൾ ടാറിംഗ് റോഡുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളിലോട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഓഫ് റോഡാണ്. നല്ല ഒന്നെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ ബൈക്കുകളൊക്കെയാണ് അധികം ഈ വഴി സഞ്ചരിക്കുകയുള്ളൂ. കാറുകളും അത്യാവശ്യം കടന്നു പോകും. പക്ഷേ അത് കുറച്ചൊക്കെ അടി കെട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമുക്കൊന്ന് കയറി ബൈക്കുമായിട്ട് നമുക്കൊന്ന് കയറി പോയി നോക്കാം. രണ്ട് സൈഡുകളിലും നോക്കിയാൽ കാണാൻ പറ്റും മരങ്ങളൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്ന അടിക്കാടുകളോട് കൂടി നല്ല വളരെ വൃത്തിയുള്ള ഒരു വനമേഖലയാണ് നമ്മളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു പ്രതീതി. വൻമരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കുന്നും മലകളൊന്നും ഇല്ലാതെ തന്നെ തട്ടുതട്ടായിട്ട് നല്ലൊരു സമതല പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ വളരെ മനോഹരമാണ്. ഈ താഴെ നിൽക്കുന്ന കാപ്പിച്ചെടികളാണ് ഈ നിൽക്കുന്നത്. കുടകിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകൾ, അല്ലെങ്കിൽ മറ്റ് ഊട്ടി പോലുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ചില സീനറികളുണ്ട്. ആ സീനറികളൊക്കെയാണ് നമുക്ക് ഇവിടെയും നമുക്ക് ദൃശ്യമാവുക. കൊച്ചു കുട്ടികളാണ് വനത്തിനകത്ത് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തോ കാട്ടുചെടികളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, മൃഗങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. എന്തായിരുന്നു ഇവിടെ വന്നത്? എന്നാ ഇവിടെ ഇതിലൂടെ കളിച്ച് നടക്കുന്നത്? ഞങ്ങളിവിടെ പുല്ല് പറിക്കാൻ വന്നതാണോ? എന്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എന്ത്? ആ ശരി. കുട്ടികളൊക്കെ വളരെ ആസ്വദിക്കുകയാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പം നാട്ടുപുറത്ത് താമസിക്കുന്ന പലർക്കും കിട്ടാതെ പോകുന്ന ഒരു അനുഭവമാണ്. ഈ വനവുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇടവഴിയുള്ള ഒരു ജീവിതം. അത് ഇപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന വളരെ വലിയൊരു സന്തോഷമാണ് ആ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. പാൽക്കുളമേടിൻ്റെ താഴ്ഭാഗത്തുള്ള കരിത്തോട് എന്ന് പറയുന്ന മേഖലയാണിത്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഈ ഉറവ് പൊട്ടിപ്പോകുന്ന ഈ വെള്ളമാണ് താഴെ മക്കുവള്ളി എന്ന് പറയുന്ന ഒരു കുത്തിലേക്ക് ചെന്ന് ചാടുന്നത്. ആ കുത്ത് പിന്നീട് അത് മഴക്കാലത്തൊക്കെ ഭയങ്കര ജലസമൃദ്ധമാണ്. പണ്ടൊരു വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചതായിരുന്നു. പിന്നീട് അത് നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് അതും ഉഴപ്പിക്കളഞ്ഞു. അങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ പറയുന്ന മണിയാറൻകുടി എന്ന് പറയുന്ന ഈ വനമേഖല. അപ്പോൾ ഈ കരിത്തോട് നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന വെള്ളമാണ് തൊമ്മൻകുത്ത് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 7 നിലക്കുത്ത് എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിൽ അത്രയും വെള്ളം മഴക്കാലത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇവിടെ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം തന്നെ പിന്നീട് അങ്ങ് കാളിയാർ പുഴയിലേക്ക് ചെന്ന് പതിച്ച് അത് അവിടെ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് ഏകദേശം ഒരു 300 മീറ്ററും കൂടെ ഉള്ളിൽ നിന്നാണ് ഈ തോട് ഉത്ഭവിക്കുന്നത്. ഈ തോടിൻ്റെ ഒരു ഇതാണ് മക്കുവള്ളി കുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഈ യാത്ര തന്നെ ഇപ്പം നിലവിൽ മക്കുവള്ളി കുത്ത് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് മാത്രമല്ല,
ഈ വനത്തിൻ്റെ ഈ യാത്രയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഒരു വന്യതയും ആ ഒരു സൗന്ദര്യവും ഈ കാഴ്ചകളും ഇതെല്ലാം കൂടെയും കോർത്തിണക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന യാത്ര പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ഒരു പോയിന്റ് നമ്മൾ പോയി കണ്ട് അവിടെ കൊണ്ട് നമ്മളത് ആ യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഒരു 2 ദിവസം ഫുള്ള് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് തീരുകയില്ല. അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് കന്നിയേലം പ്രോജക്റ്റ് ഒരു കാലത്ത് നടന്നിരുന്നതാണ്. 1978 മുതൽ 2000 കാലഘട്ടം വരെ ഇവിടെ കന്നിയേലം പ്രോജക്റ്റ് KFDC ഇവിടെ നടപ്പിലാക്കിയിരുന്നു. നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് അതുവഴി ഒരുപാട് ജീവിതമാർഗമായിരുന്നു. പിന്നീട് അതിൻ്റെ അകത്ത് നിന്ന് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വൻ അഴിമതിയുടെ ഫലമായിട്ട് ഈ കന്നിയോലം പ്രോജക്റ്റ് നിന്നു പോവുകയും ഇപ്പോൾ ആ ഭാഗത്താണ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് കണ്ടു കാപ്പിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത്. ഈ കാപ്പിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് കന്നിയേലം പ്രോജക്റ്റ് പരാജയമായപ്പോൾ പകരം കാപ്പിച്ചെടികൾ നട്ട് അങ്ങ് സംരക്ഷിച്ചു. ഇപ്പോൾ അത് ഒരു കൊട്ടേഷൻ വ്യവസ്ഥയിൽ കൊടുത്ത് ആദിവാസികളുടെ വളരെ ഭാഗമായിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രം ഇപ്പോൾ ഒരു തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വനത്തിനുള്ളിൽ ഏകദേശം ഒരു 250-300 ഹെക്ടർ ഭൂമി ഇതുപോലെ തന്നെ കന്നിയേലം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് KFDCക്ക് ലോക്കൽ ഫോറസ്റ്റ് വിട്ടുകൊടുത്തിരുന്നു. ആ സ്ഥലം ഇപ്പോൾ കുറേയൊക്കെ തിരിച്ചു കിട്ടി. ഏതാണ്ട് 120 ഹെക്ടർ എങ്ങാണ്ടാണ് ഇപ്പോൾ KFDCയുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഈ സ്ഥലം കിടക്കുന്നുള്ളൂ. അന്ന് ഇവിടെ ഈ വനത്തിനുള്ളിൽ ആദിവാസികൾക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും താമസിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ക്വാർട്ടേഴ്സുകൾ പണിതിട്ടിരുന്നു. അപ്പോൾ ആ ക്വാർട്ടേഴ്സുകളെല്ലാം ഇപ്പോൾ ഒരു പുരാതന നഗരത്തിൻ്റെ ഒരു അവശിഷ്ടം പോലെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു അല്പം ഉള്ളിലേക്കൊക്കെ മാറിയാണ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ ആ ഭാഗങ്ങൾ കൂടി കാണും. പണ്ട് ഒരു കാലഘട്ടത്തിൽ 1978 കാലഘട്ടങ്ങൾ മുതൽ ഈ കാട്ടാനകൾ മതിച്ച് നടന്നിരുന്ന ഈ വനത്തിനുള്ളിൽ ആദിവാസികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നുണ്ട്. ആളുകളൊക്കെ വീട്ടിലേക്ക് കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീറ്റ വെട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു വണ്ടി നിറച്ചും ഇന്ന് ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഇവരെല്ലാവരും കൂടി വന്ന് ഇങ്ങനെ പുല്ലുകൾ വെട്ടി വാഹനത്തിൽ കൊണ്ടുപോയി അത് വീട്ടിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും. എന്നിട്ട് അത് കുറേ ഇട്ട് കൊടുക്കും, ബാക്കി ഇട്ട് ഉണങ്ങും. അങ്ങനെയാണ് ഇവിടുത്തെ കാലി കർഷകർ കൂടുതലായിട്ടും ഇവിടുത്തെ ഈ കാർഷിക മേഖല അതുപോലെ തന്നെ കാലി ക്ഷീരോത്പാദന മേഖലയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ വനത്തിൽ നിന്നുള്ള ഒരു വിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ്. ഇത് അന്ന് കന്നിയേലം പ്രോജക്റ്റ് നടന്നപ്പോൾ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഈ 2 കാണുന്നത്. അതിൽ ഒരു ക്വാർട്ടേഴ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാ നമുക്കിപ്പോൾ കാണുന്നത് ഇത് കണ്ടില്ലേ, ഈ കമ്പിയൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. അത് ആ കാട്ടാന വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ആ വഴി അതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് പോയിട്ട് എന്തൊക്കെയാണ് അവരവിടെ ചെയ്തു വെച്ചേക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അവിടെ ആരെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് തന്നെ കൂടുതൽ നമുക്ക് ചരിത്രങ്ങൾ അറിയാനും സാധിക്കും. ഇവിടെ നിലവിൽ ആരും ഇല്ല. ഇതിപ്പോൾ 2 വർഷം മുമ്പ് വരെ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. പക്ഷേ അത് അവസാനത്തെ കന്നിയേലം പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഒരു ചാക്കോ എന്ന് പറയുന്നൊരു സുഹൃത്ത്. അദ്ദേഹം കഴിഞ്ഞ വർഷം കണ്ട് റിട്ടയർഡായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്ലേസ് ഇങ്ങനെ ഒരു അനാഥമായത്. അതുവരെ അദ്ദേഹം ഇതൊക്കെ ഞങ്ങൾ മുൻപ് ഇവിടെ വന്നപ്പോൾ ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ആ ക്വാർട്ടേഴ്സ് എല്ലാം ഇങ്ങനെ വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയുകയാണ്. ഇപ്പോൾ കാട്ടാന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാട്ടാന നശിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ മൊത്തം അല്ലാതെ ഇടിഞ്ഞ് തകർന്ന് വീണ് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതല്ലേ ഇത് കണ്ടില്ലേ, കാട്ടാന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കണം. പക്ഷേ അതെ ആനപ്പിണ്ടമാണ് ഈ കിടക്കുന്നത്. ഇത് അധികം പഴക്കമില്ലാത്ത ആനപ്പിണ്ടമാണ്. ഏകദേശം ഒരാഴ്ചയെങ്കിലും മാത്രമേ ചിലപ്പം പഴക്കം കാണുകയുള്ളൂ. അപ്പോൾ ആന കയറേണ്ട കാര്യമൊന്നുമില്ല. കുറേ വിറക് മാത്രം എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ വേല് കെട്ടി ഇങ്ങനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് കമ്പികളൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ കാണേണ്ടത്. ഇനി ഇതിനും വലിയ വേറെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു തകർന്ന് ഒന്നുമില്ലാതെ അതിൻ്റെ ഒരു ചാളം മൺകൂമ്പാരങ്ങൾ മാത്രമായി കിടക്കുന്ന കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഇതാണ് നമ്മൾ വന്ന മറ്റൊരു പ്ലേസ്, ഭീമൻ ചവിട്ടിയ പാറ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇതായി കാണുന്നത്. അതിൽ ഈ അടുത്ത കാലം വരെ ചവിട്ടിയ പാടുണ്ടായിരുന്നു. അത് ഏതോ സാമൂഹ്യ വിരുദ്ധർ അത് ആ മണ്ണിട്ട് മൂടിയേക്കണ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഒരു
ഇതാണ് ഇവിടെ വരുന്ന സന്ദർശകരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഒരുപാട് അല്ലേ, ഇതൊരു കാൽപ്പാടമായിരുന്നു. പക്ഷേ അത് ഇവിടെ ഇപ്പോൾ വന്ന ആളുകൾ അത് നശിപ്പിച്ച് അതിൻ്റെ ആ ഇതല്ലേ, ഒരു കാൽപാദത്തിൻ്റെ അത് ആകൃതിയായിരുന്നു കേട്ടോ. ഇതാണ് സന്ദർശകർ ഇങ്ങനെ വരുന്ന സഞ്ചാരികൾ ചെയ്തിട്ട് പോകുന്ന പണികളാണ്. ഒരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ഏറ്റവും പരിപാവനമായിട്ട് ആദിവാസികൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ ഭീമൻ ചവിട്ടിയ പാതം എന്ന് പറയുന്നത്. അവർ ഇവിടുത്തെ ആളുകൾ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു ഐതിഹ്യമായിട്ട് ഈ വർഷങ്ങളായിട്ട് അവർ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ അക്കരെ ഒരു മലയുണ്ട്, തുളകണ്ണൻ പാറ എന്ന് പറയുന്നത്. അർജുനൻ അമ്പ് ചെയ്ത് മലയ്ക്ക് തുള വീഴ്ചതാണെന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് അവഗണിച്ച് കളയാം. പക്ഷേ വിശ്വാസമുള്ള ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അത് അവരുടെ പരിപാവനമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ അകത്ത് മെറ്റിലും കല്ലുമൊക്കെ ഇട്ട് നല്ലൊരു കുഴിയായിരുന്നു, അതിനെ അവർ നശിപ്പിച്ച് അതിൻ്റെ ആ ഒരു സ്വാഭാവികമായ ഒരു ഭംഗി അവരത് കളഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കും ഇത് ഈ കാഴ്ചകൾ നല്ലപോലെ കാണിച്ചു തരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, വളരെ രസകരമായ ചില കാഴ്ചകൾ കൂടി ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിഹാസങ്ങൾ ഐതിഹ്യങ്ങളുമായിട്ട് കോർത്തിണങ്ങപ്പെട്ടിട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാർ ഇതിലൂടെ വനവാസകാലത്ത് ഈ വനത്തിൽ തപസ് ചെയ്തിരുന്നു എന്നും അവിടെ ഭീമൻ ചവിട്ടിയതാണ് ഈ പാറയിൽ ഈ കാൽപാദം പതിഞ്ഞതെന്നും ഇവിടെ നിന്ന് അമ്പ് ചെയ്തപ്പോഴാണ് അവിടെ മലയിൽ തുള വീണ തുളകണ്ണൻ പാറ എന്നുള്ളൊരു പേര് വന്നതെന്നും ഒക്കെ ആദിവാസികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമാണ്. പക്ഷെ ഇന്ന് ആചാരം നിങ്ങൾ എല്ലാം മാറ്റണമെന്നുള്ള കാഴ്ചപ്പാട് വന്നതുകൊണ്ടാണോ ഇതിൻ്റെ അകത്ത് മണ്ണെടുത്തിട്ടേക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സന്ദർശകർക്കും സഞ്ചാരികൾക്കും ചേരുന്ന കാര്യങ്ങളല്ല. ഈ എല്ലാം ആ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ തന്നെ ഒരു ഭയങ്കര ഒരു ആരാധനയുടെയും ഒരു വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ഭീമൻ ചവിട്ടിയ പാറ എന്ന് പറയുന്നതും അതുപോലെ ഈ കാൽപാദമൊക്കെ. അതിങ്ങനെ വന്നവർ ഇതിന് നമുക്ക് മുമ്പേ കടന്നു വന്നവർ ആരോ ഇതിങ്ങനെ നശിപ്പിച്ചു. പക്ഷേ ഇത് കണ്ടിട്ട്, ഈ കാഴ്ച കണ്ടിട്ട് ഇത് ഇതേപടി ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ന് രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അത്രയ്ക്കും നമ്മളൊക്കെ ഈ യാത്രകളെയും ഈ പൈതൃകങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും വേണ്ടില്ല ഇവിടെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോയേക്കാന്ന് വെക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞതിൽ ഒരു ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ തന്നെ നിരവധി ഈ ചുറ്റുവട്ടം നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ക്വാർട്ടേഴ്സിനകത്ത് അന്നത്തെ ആ ഒരു സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം മരങ്ങളെല്ലാം വളർന്നിട്ടുണ്ട്. അതെല്ലാം നല്ല ശക്തമായ കല്ലുകൾ കൊണ്ട് ചുടിഷ്ടികയാണോ മറ്റ് കല്ലുകളാണോ എന്നറിയത്തില്ല. എന്തായാലും നല്ല രീതിയിലാണ് ഇതിൻ്റെ അന്നത്തെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-10 കെട്ടിടം താഴെ കിടന്നതിനെയാണ്. ഇപ്പം ഹാരപ്പ മോഹൻജദാരോ സംസ്കാരങ്ങളുടെയൊക്കെ അവശേഷിപ്പുകൾ തേടി ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നു. 78 കാലഘട്ടങ്ങളിലാണെന്ന് ഓർക്കണം ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും ചെറിയൊരു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ടോയ്ലറ്റ് ഇതുണ്ട് വനത്തിനകത്ത് തന്നെ. അതെ തീർച്ചയായും ഇതൊരു ടോയ്ലറ്റിൻ്റെ ഒരു നിർമ്മിതിയാണ്. ഇതൊരു ടോയ്ലറ്റ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. അത് ആ കാലഘട്ടത്തിൽ അത് വളരെ ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും സൗകര്യത്തോടു കൂടി അത്യാവശ്യം ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. ഇവിടെ വീണ്ടും വേറൊരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. വൻ മരങ്ങളൊക്കെ അന്നത്തെ കാലത്തെ ഒരു മരമാണെന്ന് തോന്നുന്നു ആ വീണ് കിടപ്പുണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു രീതിയിൽ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പം വനം വകുപ്പിന് ഇവിടെ വേണമെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു വകയുണ്ടായിരുന്നു. ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അത് ഇടിഞ്ഞ് വീണിട്ട് പോലും ഇല്ല. അപ്പോൾ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇത്. അങ്ങനെ നമ്മുടെ യാത്രയുടെ മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തുവാണ്. ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുകയാണ്. ഈ പറയുന്ന ഈ ഉടുമ്പന്നൂർക്ക് പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോയിട്ട് കൈതപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അത് വനത്തിനകത്തുള്ള ഒരു ഗ്രാമമാണ്. അതുവഴിയാണ് ഉടുമ്പന്നൂരിന് പോകുന്നത്.
ആദിമ കുടിയേറ്റ കർഷകർ കയറി വന്ന വഴി ഇതാണ്. പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ തിരിയുന്ന വലത്തോട്ടുള്ള ഈ വഴിയിലൂടെയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൈതപ്പാറ നമുക്ക് പോകാം. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്നത് മക്കുവള്ളി കുത്തെന്ന് പറയുന്ന മേഖലയിലേക്കാണ്. ഈ വഴിയിലൂടെ പോയി കഞ്ഞിക്കുഴിയിലേക്ക് മക്കുവള്ളി മക്കുവള്ളി അതുപോലെ വനത്തിനകത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വേറെ മനയത്തറ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമം കൂടിയുണ്ട്. അങ്ങനെ 3 ഗ്രാമമാണ് ഇവിടെ വനത്തിനകത്തുള്ളത്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, അതൊരു പഞ്ചായത്താണ്, കഞ്ഞിക്കുഴി പഞ്ചായത്ത്. നമ്മുടെ വാഴത്തോപ്പിൻ്റെ സമീപ പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. ആ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വണ്ണപ്പുറം വഴി മൂവാറ്റുപുഴ പോകുന്നവർക്ക് ആ വഴി ചാടി പോകാം. അപ്പോൾ ഇതിലൂടെ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഓഫ് റോഡ് വാഹനങ്ങൾ ഓടിച്ച് പരിചയം ഉണ്ടെങ്കിലായിരിക്കും ഏറ്റവും ബെറ്റർ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒരു റിസ്ക്കാണ്. കാരണം ഉരുണ്ട കല്ലുകൾ ഇഷ്ടം പോലെ കയറി കിടക്കുന്നു. ചിലയിടത്തൊക്കെ ബ്രേക്ക് ഓട്ടിയിട്ടുള്ളത് മണലിൽ കയറി അന്നേരം തന്നെ വണ്ടി മറിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ ഉപയോഗിച്ച് വേണം ഹൈറേഞ്ചിലെ ഇത്തരത്തിലുള്ള പാതകളിലൂടെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, സൂര്യപ്രകാശം പോലും കിടന്ന് ഒരു കാട്ടുകോഴി പോകുന്നു. നമ്മൾ ക്യാമറ കിട്ടിയിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഇങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് കിടന്നത്. അങ്ങനെയുള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ സ്ഥലം എത്തി മക്കുവള്ളിക്കുത്ത്. ഇതാണ് മക്കുവള്ളിക്കുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കുറച്ച് സന്ദർശകർ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് അവരുടെ അടുത്തോടേക്ക് ഒന്ന് പോയി നമുക്ക് ആ കുത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ കരിയത്തോടിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളമാണ്. അന്നേരം അവിടെ കണ്ട ആ വെള്ളം തന്നെയാണ് ഈ വഴി താഴോട്ട് പോകുന്നത്. ഇതാണ് മക്കുവള്ളി കുത്തിനെ ജലസമൃദ്ധമാക്കുന്നത്. ഇത് സജി എം കൃഷ്ണൻ, ചെറുതോണിയിലെ ഒരു മാധ്യമപ്രവർത്തകനാണ്. കേരള വിഷൻ ചാനലിൻ്റെ ലേഖകനാണ്. ഇദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത്. താഴ്ചയുള്ള ഒരു വലിയൊരു കുത്താണ്. മഴക്കാലത്താണ് ഇതിൻ്റെ ഒരു രൗദ്രഭാവം ശരിക്കും നമുക്ക് ദൃശ്യമാകുന്നത്. അത്രയ്ക്ക് ഭയാനകമാണ്. ഇവിടെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാക്കയം കുത്ത്, മക്കുവള്ളി കുത്ത്, വട്ടവമ്പാറ, അങ്ങനെ കുറേ കുത്തുകളുണ്ട് ഇവിടെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട്. അപ്പോൾ ഈ കുത്തുകളിലെല്ലാം വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നേരത്തെ ആവിഷ്കരിച്ചതായിരുന്നു. പദ്ധതി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് പിന്നീടൊന്നും നടപ്പിലായില്ല. ഇതാ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മദ്യമുണ്ട്, ഇതാ ടച്ചിങ്സ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ, എല്ലാവിധ സംവിധാനങ്ങളുമായിട്ടാണ് വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൊക്കെ ഈ വനത്തിലോട്ട് കടന്നു വരുന്നത്. ഇതാണ് മറ്റേ കരിയത്തോടുന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇനിയും കൂടുതൽ കാഴ്ചകൾ കാണാനുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പിന്നെയും ഇതിൻ്റെ മറ്റൊരു ഭാഗത്തിലൂടെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് താഴെ ചേർക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് അമർത്തി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിലും കൂടെ ഒന്ന് അമർത്തുക. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ആരും കടന്നു ചെല്ലാത്ത കൂടുതൽ വഴിത്താരകളിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹകരണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നു.